സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടി ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് ഞാൻ പിതാവിലും പിതാവിനിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധ പറയുന്നതാണ്. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണെന്ന്. നമ്മളിന്ന് വിശുദ്ധ ഗീവർഗീസ് സഹതായ രക്തസാക്ഷിയായ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാള് ആഘോഷിക്കുകയാണ്. തിരുനാളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സ്നേഹിതൻ എന്നോട് ചോദിച്ചു, ഗീവർഗീസ് സഹതായുടെ തിരുനാളിന് പ്രദക്ഷിണമില്ലാത്തത് പുണ്യവാളന് ഏതെങ്കിലും തരത്തിൽ കുറവുള്ളതുകൊണ്ടാണ്? എല്ലാവരുടെയും ഒപ്പം വിശുദ്ധനെ ആദരിക്കണ്ടേ? വിശുദ്ധ ഗീവർഗീസ് സഹതയെ പറ്റി ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യം ഒന്ന് തിരുത്തിക്കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് സന്ദേശങ്ങൾ പറയാം. 6-ാം പോൾ മാർപ്പാപ്പ വിശുദ്ധരുടെ പട്ടിക ലിസ്റ്റ് പുനഃപരിശോധിച്ച് ചരിത്രപരമായി തെളിവുകൾ കൃത്യമായിട്ട് ഇല്ലാത്ത വിശുദ്ധരെ അവർ വിശുദ്ധരല്ലെന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. നേരെമറിച്ച് അവര് സഭയുടെ ഔദ്യോഗിക ലിസ്റ്റിൽ നിന്നും ആ പേരുകൾ നീക്കുക ആണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് പ്രാദേശിക തലങ്ങളിൽ വിശുദ്ധരായിട്ട് ആരെങ്കിലും ആദരിക്കുന്നുവെങ്കിൽ അത് വിലക്കുകയോ മുടക്കുകയോ ചെയ്തിട്ടില്ല. നമ്മുടെ പുരാതന പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഔദ്യോഗികമായി നാമകരണ നടപടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ കുറവലങ്ങാട്ട് പനങ്കൊഴിക്കൽ വലിച്ചെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ഭക്തി പുലർത്തുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരമദിനം പ്രത്യേകമായിട്ട് ആചരിക്കുന്നു. അതുപോലെ പല സ്ഥലങ്ങളിലും വിശുദ്ധരായിട്ട് ജീവിച്ച് മരിച്ചു എന്ന് ബോധ്യമുള്ളവരെ ആദരിക്കുന്നുണ്ട്. സഭ അപ്രകാരം ആദരിക്കുന്നത് വിലക്കിട്ടില്ല. നാം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന സെന്റ് ജോർജ് ജെറുസലത്ത് ജീവിച്ചിരുന്ന പൗരസ്ത്യ സഭയുടെ വലിയ അഭിമാനമായ വിശുദ്ധനാണ്. സഭയുടെ ഔദ്യോഗിക ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തത് ഇംഗ്ലണ്ടിന്റെ മധ്യസ്ഥനായ സെന്റ് ജോർജ്. അദ്ദേഹത്തെ പറ്റിയുള്ള വിശദമായ ചരിത്ര രേഖകളുടെ അഭാവം മൂലമാണ്. നാം ആചരിക്കുന്ന ഈ സെന്റ് ജോർജും ഒരേ പേരിൽ അനേക വിശുദ്ധരുണ്ട്. പോൾ എന്ന പേരിൽ, തെരേസ എന്ന പേരിൽ അനേക വിശുദ്ധരുണ്ട്. ഒരാളുടെ പേര് കേൾക്കുമ്പോൾ ആൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കരുത്. ഗീവർഗീസ് എന്ന പേര്, ജോർജ് എന്ന പേരിൽ നിരവധി വിശുദ്ധരെ സഭയിൽ ആദരിക്കപ്പെടുന്നുണ്ട്. നമ്മളിന്ന് ആദരിക്കുന്ന വിശുദ്ധ ജോർജ് AD 283 ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ജെറുസലമില്
പടയാളിയായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പേരിൽ വിശ്വാസം ആഴമായി സ്വീകരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതുകൊണ്ട് 303 ഏപ്രിൽ 23 ശിരച്ഛേദം ചെയ്ത് തലവെട്ടി അദ്ദേഹത്തെ രാജാവിന്റെ കൽപ്പന അനുസരിച്ച് വധിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ചിത്രം ഒരു സർപ്പത്തെ കീഴടക്കുന്ന, കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന പടയാളികളുടെ അതിനോട് ചേർന്ന ഒരു യുവതിയുടെ ചിത്രവും നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെ പറ്റിയുള്ള നിരവധി പാരമ്പര്യ കഥകളിലൊന്ന് ഒരു വലിയ സർപ്പത്തിന്റെ ഉപദ്രവം ഒരു പ്രദേശത്തെ ആളുകളെ മുഴുവനും ഭീതിയിൽ ആഴ്ത്തിയപ്പോൾ അതിൽ നിന്നും അദ്ദേഹം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് അവരെ എത്തുകയും ആ സർപ്പത്തെ വധിച്ച് ആളുകൾക്ക് സുരക്ഷിതത്വം ഉറപ്പു നൽകുകയും ചെയ്തു. അതിൻ്റെ ആത്മീയമായ അർത്ഥം സഭ കൂടുതൽ ഉൾക്കൊണ്ട് പൈശാചിക ശക്തികൾക്കെതിരെയുള്ള നമ്മുടെ സമരത്തിൽ വിശുദ്ധനെ നാം പ്രത്യേക മധ്യസ്ഥനായിട്ട് സ്വീകരിക്കുന്നു. ഭാരതത്തിന്റെ സങ്കല്പത്തിൽ ഈശ്വരന് 3 സൃഷ്ടികളാണുള്ളത്: ദേവന്മാരും അസുരന്മാരും മനുഷ്യരും. അസുരന്മാര് സാത്താൻ എന്ന് നമ്മൾ പറയുന്ന ആ വിഭാഗത്തിന്റെ പെടുന്നവരാണ്. അസുരന്റെ രൂപം സർപ്പത്തിന്റെ രൂപമാണ്. അനേക സംസ്കാരങ്ങളില് പിശാചിനെ പാമ്പിനോട് താതാത്മ്യപ്പെടുത്തി, വിഷ ജന്തുവിനോട് താതാത്മ്യപ്പെടുത്തി വിവരിക്കുന്നുണ്ട്. പൈശാചിക ബന്ധനങ്ങളും ശക്തികളും നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തികളെയും ഒക്കെ ആക്രമിക്കുമ്പോൾ നാം ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് തേടുന്നു. തിന്മയുടെ വലിയ വിളയാട്ടമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലും നമ്മുടെ കുടുംബങ്ങളിലും പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. നാം അമിതമായിട്ട് കോപിക്കുമ്പോൾ, കോപം ദൈവം തന്നിരിക്കുന്ന നല്ല വികാരമാണ്. പക്ഷെ കോപത്തെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത വിധത്തിൽ അത് നമ്മോടൊപ്പമുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു ആയുധമായി നാം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മിലെ തിന്മയുടെ ശക്തി ഉണ്ട്. അതുപോലെ ക്ഷമിക്കാൻ എനിക്കാവുകയില്ല എന്ന ചിന്തയോടെ വലിയ വിദ്വേഷം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ അതും ദൈവാത്മാവിന്റെ പ്രവർത്തനം ഇല്ലായ്മയാണ്. മറിച്ച് തിന്മയുടെ അരൂപി നമ്മിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടിയാണ് നാം സെന്റ് ജോർജിനെ മധ്യസ്ഥനായിട്ട് സ്വീകരിക്കുകയും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇന്നേ ദിവസം നമുക്ക് അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തിന്മയുടെ, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ, പാപമെല്ലാം പൈശാചിക ശക്തിയുടെ പ്രേരണ കൊണ്ട് സംഭവിക്കുന്നതാണ്. വേദപുസ്തകത്തില് കർത്താവ് പറയുന്നുണ്ട്, പിശാച് നുണയനാണ്, നുണയുടെ പിതാവാണ്. ധാരാളം നുണകളെ സൃഷ്ടിക്കുന്ന ഒരപ്പനാണ് പിശാച്. നമ്മുടെ സമൂഹത്തില്, ഞാൻ നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ സാന്റാന സമൂഹം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പരദൂഷണം പറയുക, ആളുകളെ നിശ്ചിതമായിട്ട് വിമർശിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുക, നുണകൾ സൃഷ്ടിക്കുക. ആ നുണകളെല്ലാം സൃഷ്ടിക്കുന്നത് പിശാചിന്റെ ജോലിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നാം ദൈവത്തിന്റെ പുത്രൻ അല്ലെ പുത്രി സ്ഥാനത്ത് നിന്ന് മാറി പിശാചിന്റെ പുത്രനോ പുത്രിയോ ആയിത്തീരുകയാണ്. നാമല്ല പിശാച് നമ്മെ നിയന്ത്രിക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ ഹൃദയത്തിലേക്കോ വരികയില്ല. നാം ആത്യന്തികമായി വലിയ ബന്ധനത്തിലായി നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകാൻ ഇടവരും. തിന്മയുടെ ശക്തികൾക്കെതിരെ നിരന്തരമായി ജാഗ്രത പുലർത്തി അവയെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലുമെല്ലാം തോൽപ്പിക്കണമെന്ന് രക്തസാക്ഷിയായ വിശുദ്ധ ഗീവർഗീസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ ആദ്യ തിരുവചനങ്ങളാണ്.
നമ്മുടെ പ്രത്യേക ധ്യാനത്തിന് വേണ്ടി വായിച്ചത്. 14-ാം അധ്യായം ആരംഭിക്കുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട കർത്താവിന്റെ ആഹ്വാനത്തോടു കൂടിയാണ്. നമ്മൾ ആ വചനത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുന്തോറും എത്രയെത്ര അനുഗ്രഹത്തിന്റെ സമാശ്വാസത്തിന്റെ നിധികളാണ് കർത്താവ് അവിടെ ആ തിരുവചനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തീയ ആത്മീയതയുടെ കാതല് ഈ ഒരു ചെറിയ വാക്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ക്രിസ്തീയ ആത്മീയത ഹൃദയത്തിന്റെ ആത്മീയതയാണ്. ഹൃദയ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിന്റെ ആത്മീയതയാണ്. റോമാക്കാരുടെ ലേഖനം 10-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവം ഈശോയെ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. അതുപോലെ നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നതിനെ പറ്റി ഈശോ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തില് ഹൃദയപൂർവ്വം സഹോദരനോട് ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് നാം ക്ഷമിക്കണം. അതുപോലെ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിന്റെ മലയിലെ പ്രസംഗ ഭാഗത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും പ്രാർത്ഥിക്കണം, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഈശോ പറയുകയാണ്. ഈശോ സ്വയം അവതരിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തില് ശാന്തശീലനും വിനീത ഹൃദയനുമായ ഞാൻ വിനീത ഹൃദയനാണ്. ഈശോയുടെ ഹൃദയത്തെയാണ് ഈശോ പ്രത്യേകം അവതരിപ്പിക്കുന്നത്, ഹൃദയത്തെ കേന്ദ്രീകരിച്ചത്. അതുപോലെ ഈശോ പറയുന്നുണ്ട് മലയിലെ പ്രസംഗത്തിൽ 6-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തില്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപം എന്നല്ല പറയുന്നത്, എന്റെ നിക്ഷേപം എന്റെ ബാങ്ക് അക്കൗണ്ടിലാണെങ്കിൽ എന്റെ ഹൃദയം ആ ബാങ്കിലാണ്, അമേരിക്കൻ ബാങ്കിലോ യുഎസ് ബാങ്കിലോ ആണ്. എന്നിലില്ല എന്റെ ഹൃദയം. ഇപ്പൊ എന്റെ ഹൃദയം എന്റെ ജോലിയിലാണെങ്കിൽ എന്നിൽ എന്റെ ഹൃദയമില്ല. എന്റെ ഹൃദയം എന്റെ കമ്പ്യൂട്ടറിലാണെങ്കിൽ എന്നിൽ എന്റെ ഹൃദയമില്ല. അപ്പോൾ പിന്നീട് ഭാര്യയോടും മക്കളോടും ഭർത്താവിനോടും ഒക്കെ നമ്മൾ പറയുന്ന വാക്കുകൾ ഹൃദയമില്ലാത്ത വാക്കുകളാണ്. കാരണം ഹൃദയം നമ്മെ വിട്ട് പോയി കഴിഞ്ഞു. നിന്റെ ഹൃദയം, നിന്റെ നിക്ഷേപം എവിടെയോ അങ്ങ് ആ സ്ഥലത്തേക്ക് നിന്നെ വിട്ട് പോകും എന്ന് ഈശോ പറയുകയാണ്. അതുപോലെ 5-ാം അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, ആസക്തിയോടെ നോക്കുന്നവൻ ഹൃദയത്തില് വ്യഭിചാരം ചെയ്തു. ആദ്യ പാപം ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത്. കോപം ഹൃദയത്തില് കൊലപാതകം നടത്തുന്നു. കോപിക്കുന്നവൻ, തിന്മയായ നോക്കുന്നവൻ ഹൃദയത്തില് വ്യഭിചാരം ചെയ്തു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തില് പ്രവാചകൻ വഴി കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. സങ്കീർത്തകൻ 51-ാം സങ്കീർത്തനത്തില് ആവർത്തിച്ച് പറയുന്നുണ്ട്, തകർന്ന ഹൃദയത്തെ നീ ഉപേക്ഷിക്കുകയില്ല. ഹൃദയ പരമാർത്ഥതയാണ് നീ ആഗ്രഹിക്കുന്നത്. നിർമ്മലമായ ഒരു ഹൃദയം നീ എന്നിൽ സൃഷ്ടിക്കണം. ഇതെല്ലാം 51-ാം സങ്കീർത്തനത്തില് അനുതാപത്തെ പറ്റി പറയുന്ന അവസരത്തില് സങ്കീർത്തകന്റെ പ്രാർത്ഥനകളാണ്. അതുപോലെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഹൃദയജ്ഞാനം ഞാൻ നേടുന്നതിന് വേണ്ടി എൻ്റെ ആയുസ്സിന്റെ ഹ്രസ്വത എനിക്ക് മനസ്സിലാക്കി തരണമേ. എൻ്റെ ആയുസ്സിന്റെ ഹ്രസ്വത, വളരെ വേഗം നമ്മൾ കടന്നു പോകുന്നവരാണ്. പുരപ്പുറത്തെ പുല്ല് പോലെ തിരികെ വരുമ്പോൾ അത് നിന്നിരുന്ന സ്ഥലം പോലും അജ്ഞാതമായി പോകുന്ന വിധം വേഗം കടന്നു പോകുന്ന ക്ഷണികമാണ് മനുഷ്യ ജീവിതം. ഈ ക്ഷണികതയെ പറ്റിയുള്ള ഒരു അറിവ് ഹൃദയത്തിൽ തരണം. ഹൃദയജ്ഞാനം ഞാൻ നേടുന്നത് മരണത്തെ പറ്റിയുള്ള, ജീവിതത്തിന്റെ ക്ഷണികതയെ പറ്റിയുള്ള എൻ്റെ അവബോധത്തിൽ നിന്നാണ്. അതുപോലെ ഈശോ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം ഹൃദയത്തെ പറ്റി പരാമർശനമുണ്ട്. ഒന്ന് കർത്താവിന്റെ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് പരസ്പരം പറയുകയാണ്, അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിച്ചിരുന്നില്ല. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്നതാണ് ക്രിസ്തീയ ആത്മീയത. അതുപോലെ ഈശോ അവരോട് ചോദിക്കുന്നു ആ അധ്യായത്തിൽ തന്നെ, നിങ്ങളുടെ ഹൃദയത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നത്, സംശയങ്ങൾ ഉയരുന്നത്
എന്തുകൊണ്ട്? അപ്പൊ അവിടെയും ഹൃദയത്തെ കേന്ദ്രീകരിച്ചാണ് ഈശോ സംസാരിക്കുന്നത്. ജെറമിയാസ് പ്രവാചകന്റെ പുസ്തകത്തില് പ്രവാചകൻ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വചനം, ഹൃദയത്തിൽ ചിന്തിക്കുന്നവര് ഇല്ലാത്തത് കൊണ്ട് ലോകം പാഴായിരിക്കുന്നു, ലോകം നശിച്ചു പോകും. അപ്പൊ ഹൃദയത്തിൽ കേന്ദ്രീകൃതമായ ഒരു ആത്മീയതയാണ് നമുക്ക് ആവശ്യം. ഹൃദയത്തിൽ നിന്നും അധരങ്ങളിലൂടെ പ്രാർത്ഥന എത്തണം. നമ്മുടെ ജീവിതത്തിന്റെ വലിയ വൈരുദ്ധ്യം നമ്മുടെ ഹൃദയവും നമ്മുടെ അധരവും തമ്മിൽ, നമ്മുടെ ജീവിതവും നമ്മുടെ കർമ്മങ്ങളും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു സഹോദരി എൻ്റെ ശിരസിലെ മുടിയൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ഈ കഷണ്ടി ഒട്ടും നല്ലതല്ല, കഷണ്ടിക്ക് ചികിത്സിക്കുന്ന ഡോക്ടർ, ഹോമിയോ ഡോക്ടർ കൂത്താട്ടുകുളത്തുണ്ട്, പല പ്രാവശ്യം എന്നോട് പറഞ്ഞു പോയി കാണണം. മണി വിചാരിച്ചിരുന്നെങ്കിലും എൻ്റെ സഹോദരിയോടുള്ള സ്നേഹ നിമിത്തം ഞാൻ അവളുടെ കൂടെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. എൻ്റെ രോഗം മുടി കൊഴിച്ചിലാണ്. ഇപ്പൊ ഡോക്ടറെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് പുറത്ത് നിന്നിട്ട് ഡോക്ടറുടെ മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ശിരസിലൊട്ടും മുടിയില്ലാത്ത ഒരു ഡോക്ടറെ എനിക്ക് പെട്ടെന്ന് ചിരി വന്നു. അത് കഴിഞ്ഞ് പുറകോട്ട് നോക്കിയപ്പോൾ ഡോക്ടറുടെ പുറകില് ഹോമിയോപ്പതിയുടെ പിതാവ്, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ തലയിലും ഈ മരുന്ന് കണ്ടുപിടിച്ചയാൾ, അദ്ദേഹത്തിന്റെ തലയിലും മുടിയില്ല. അപ്പൊ ഞാൻ ഡോക്ടറോട് തന്നെ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് മുടി പോകുന്നതിന്, മുടി വരാൻ വേണ്ടിയുള്ള ചികിത്സയ്ക്ക് ഞാൻ വന്നതാണ്. ഡോക്ടറുടെ തലയിൽ മുടിയില്ല, ഈ മരുന്ന് കണ്ടുപിടിച്ച ആളുടെ തലയിൽ മുടിയില്ല, ഇനി എന്റെ തലയിലും വരുമോ? അത് ഈ മരുന്ന് വെച്ചാൽ മുടി കൊഴിച്ചില് നിൽക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിൽ ഞാൻ ആലോചിച്ചു. നിൽക്കുന്നത് എങ്ങനെയാണ്? കൊഴിഞ്ഞു ഇല്ലാതെ വന്നു കഴിയുമ്പോൾ പിന്നെ കൊഴിച്ചിൽ നിന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ മരുന്നിന്റെ ഇഫക്റ്റീവ്നെസ്സിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അത് സ്വീകാര്യമല്ല എന്നുള്ളൊരു ചിന്ത. കാരണം അദ്ദേഹത്തിന് തന്നെ അത് പ്രയോജനപ്രദമായിരുന്നെങ്കിൽ അദ്ദേഹം അത് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ജീവിതം കാണുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സ്നേഹവും ഒക്കെ കാണുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിൽ ഒരു ചിരിയാണ് വരുന്നത്. ഇതൊരു കാപട്യമാണല്ലോ, ഇതിനൊരു അർത്ഥമില്ലല്ലോ. വണ്ടിയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന അവസരത്തിൽ വഴക്കടിച്ച് പള്ളിയിൽ വരുന്നു, കുർബാന സ്വീകരിക്കുന്നു, തിരിച്ചു പോകുമ്പോഴും വഴക്കടിക്കുന്നു. ഇത് കാണുന്ന കുഞ്ഞുങ്ങൾക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുമോ? ഇത് കാണുന്ന ആളുകൾക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല. അതൊരു വലിയ കാപട്യമാണ്. നമ്മളിതിനെല്ലാം മുട്ടായുക്തികൾ പറയും. അച്ഛൻ അങ്ങനെ ആയതുകൊണ്ടാണ്, പള്ളി അങ്ങനെ ആയതുകൊണ്ടാണ്, ഭാര്യ അങ്ങനെ ആയതുകൊണ്ടാണ്, ഭർത്താവ് അങ്ങനെ ആയതുകൊണ്ടാണ്, ധാരാളം മുട്ടായുക്തികൾ പറയും. ഞാൻ എനിക്കൊരു വിദ്യാർത്ഥിയെ ഭയങ്കര അലമ്പ്, കാരണം അവനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഇറങ്ങി പോകാൻ പറഞ്ഞ് ഇറക്കി വിട്ട് പറഞ്ഞു, നീ നിന്റെ ഫാദറിനെ വിളിച്ചിട്ടോ അന്നെങ്കിൽ എനിക്ക് ക്ലാസ് കേട്ടുള്ളൂ, ഫാദറിനെ വിളിച്ചിട്ട് വരണം. അങ്ങനെ ഇറക്കി വിട്ട് ഒരാഴ്ചയായിട്ടും അവനെ കാണുന്നില്ല, അവൻ ഫാദറിനെ വിളിച്ചിട്ട് വരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം ക്യാമ്പസിലൂടെ നടക്കുമ്പോൾ ഇവനെ ക്യാമ്പസിന് അകത്ത് വെച്ച് കണ്ടു. ഇപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനും പിതാവിനെ അപ്പനെ വിളിച്ചിട്ട് വരാത്ത? നിനക്ക് ക്ലാസ്സിൽ കയറണ്ടേ? അപ്പനെ വിളിച്ചിട്ട് വരാതെ ക്ലാസ്സിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇതിന് കറങ്ങിയടിച്ച് നടക്കുന്നത്? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈ കാര്യം തന്നെ വീട്ടിൽ പറഞ്ഞപ്പോ എന്റെ അപ്പൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, നിന്നെ പഠിപ്പിക്കുന്ന അച്ഛനെ വിളിച്ചോണ്ട് വന്നിട്ട് വീട്ടിൽ കയറി എന്നെ ഇറക്കി വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അമ്മ വീട്ടിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ അവൻ പറഞ്ഞു. നമ്മള് ഓരോ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞതുപോലെ മുട്ടായുക്തികൾ നമ്മൾ പറയും, അനാവശ്യമായ കുയുക്തികൾ നമ്മൾ പറയും. കർത്താവ് അങ്ങനെയല്ല. കർത്താവ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. നിങ്ങളെന്താണ് ഭർത്താവിനോട് ഭാര്യയോട് പറയുന്നത്? നിനക്ക് ഞാൻ സ്വൈര്യം തരില്ല. ഭർത്താക്കന്മാരെ സ്വൈര്യം കെടുത്തുന്ന എത്രയോ ഭാര്യമാരുണ്ട്, ഭാര്യമാരുടെ സ്വൈര്യം കെടുത്തുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് പറയേണ്ട വ്യക്തികൾ നിങ്ങൾക്ക് സ്വസ്ഥത തരിക. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആശ്വാസപ്രദനെ തരും, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് കുടുംബാംഗങ്ങൾ പരസ്പരം പറയും. ഈശോ പറയുന്നു, എൻ്റെ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് വലിയ സമ്മാനമായിട്ട് തരുന്നത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ കർത്താവ് പറഞ്ഞ തരത്തിലുള്ള ഈ ആശ്വാസത്തിന്റെ വാക്കുകൾ
കർത്താവ് പറഞ്ഞു, ഞാൻ മുന്തിരി ചെടിയാണ്, നിങ്ങൾ ശാഖകളാണ്, നമ്മൾ ഒന്നാണ്. ഭാര്യ ഭർത്താക്കന്മാര് കുടുംബാംഗങ്ങൾ അതുപോലെ ആയിരിക്കേണ്ടതാണ്. പക്ഷെ രണ്ട് വഴിക്കാണ് പോകുന്നത്. എനിക്ക് എൻ്റെ കാര്യം, നിനക്ക് നിന്റെ കാര്യം. എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നിനക്ക് അവകാശമില്ല. നിന്റെ കാര്യങ്ങൾ എനിക്ക് അറിയുകയും വേണം. നീ എന്നെ നിയന്ത്രിക്കാമെന്ന് വിചാരിക്കേണ്ട. ഞാൻ മദ്യം കഴിക്കും, അത് ഞാൻ മാത്രമല്ല, എൻ്റെ ഫാദറും എൻ്റെ വല്യപ്പനും ഒക്കെ ഞാൻ ഇച്ചിരി കഴിക്കുന്ന ഫാമിലിയിൽപ്പെട്ടതാണ്. ഈ കല്യാണത്തിനുള്ളത് അന്വേഷിച്ച് അറിഞ്ഞ് കെട്ടേണ്ടതായിരുന്നു. ഇനി അതേപ്പറ്റി പറയണ്ട, നീ അങ്ങ് അംഗീകരിക്കണം. അങ്ങനെ പറയാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ പറയുന്ന ആളുകൾ ദാമ്പത്യ ജീവിതത്തിന്റെ വിശ്വസ്തത ഹനിക്കുകയാണ് ചെയ്യുന്നത്. മുന്തിരിവള്ളിയും ശാഖയും പോലെ ഒന്നായിരിക്കണമെന്നാണ് ഈശോ പറയുന്നത്. ആ സംഭാഷണം അവസാനിക്കുന്നത് ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു പ്രാർത്ഥന. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പറയുന്ന വചനം കേൾക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് ഈശോ പറയുകയാണ്. പരസ്പരം പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ എനിക്ക് വേണ്ടിയും, ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വേണ്ടിയും ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വേണ്ടിയും, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടിയും. അങ്ങനെ സ്നേഹത്തെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ കലങ്ങാത്ത, അസ്വസ്ഥമാകാത്ത അനുഗ്രഹത്തിന്റെ ഒരവസ്ഥ നമുക്കുണ്ടാകും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് ഈശോ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി അതിന്റെ മറുവശത്തുണ്ട്. നമ്മൾ ആരെയും ഹൃദയം അസ്വസ്ഥമാക്കുകയും ചെയ്യരുത്. നമ്മൾ എത്രയോ ആളുകളെ നമ്മുടെ വാക്കുകൾ മൂലം, നമ്മുടെ പ്രവൃത്തികൾ മൂലം അവിടെ ഹൃദയങ്ങളെ അസ്വസ്ഥമാക്കും. ബെനഡിക്ട് മാർപ്പാപ്പ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്ക്, എ സിവിലൈസേഷൻ ഓഫ് ലവ്, എ കൾച്ചർ ഓഫ് ലവ്, ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി. Christianity is not a mere religion. It is not mere ritualism. It is a civilization. ഇതൊരു സംസ്കാരമാണ്. ക്രിസ്ത്യാനികളായ നമ്മുടെ മുതിർന്നവരായ നമ്മുടെ സംസ്കാരം കണ്ടു വേണം, നമ്മുടെ സഭ്യത കണ്ടു വേണം, നമ്മുടെ ആഢ്യത കണ്ടു വേണം മറ്റുള്ളവര്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, ക്രിസ്ത്യാനിറ്റി ഹാസ് എ മീനിങ്, ജീസസ് ഈസ് റിലവന്റ് ഈവൻ ടുഡേ എന്ന് അവർക്ക് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംസ്കാരം ഉണ്ടാകും. അത് നമ്മുടെ വാക്കുകളിൽ ആദ്യം ആരംഭിക്കണം. ആരെ പറ്റിയും എത്ര ഹീനമായിട്ട് പറയുന്നതിന് നമുക്ക് മടിയില്ല. നമ്മളെങ്ങനെ ചെയ്യുമ്പോൾ ഒരു വാക്കത്തി എടുത്ത് ശരീരത്തിൽ ആളുകളെ കാണുന്നവരെ വെട്ടി മുറിവേൽപ്പിക്കുക. അതിനേക്കാൾ ഹീനമാണ് പരിദോഷണം വഴി മനുഷ്യനെ മുറിപ്പെടുത്തുന്നത്. സംസ്കാരമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ സുറിയാനി അല്ലെ മലയാളി ക്രിസ്ത്യാനി സമൂഹത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. അവയൊക്കെ നമ്മൾ നിയന്ത്രിക്കുമ്പോഴാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന സിവിലൈസേഷൻ ആക്കിയിരുന്നത്, ഒരു സംസ്കാരമാക്കിയിരുന്നത്, സ്നേഹത്തിന്റെ ഒരു സംസ്കാരം, നന്മയുടെ ഒരു സംസ്കാരം. അതുപോലെ പ്രസിദ്ധ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ജീവന്റെ, എ കൾച്ചർ ഓഫ് ലൈഫ്, ജീവന്റെ ഒരു സംസ്കാരം. ആരെയും ഹനിക്കാത്ത, ആരെയും ഹൃദയത്തിന് വേദനപ്പെടുത്താത്ത, മുറിപ്പെടുത്താത്ത നന്മയുടെ ഒരു സംസ്കാരം. അങ്ങനെ ഒരു സംസ്കാരം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടായി കഴിയുമ്പോൾ നാം മറ്റുള്ളവരുടെ ഹൃദയത്തെ കലക്കാത്തവരാകും. കർത്താവ് നമ്മളോട് പറയുകയാണ്, നിന്റെ ഹൃദയം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൽ നിന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വസ്ഥത സ്വീകരിക്കാം. സമ്പത്തിന്റെ പേരിൽ അസ്വസ്ഥത വേണ്ട, ഭാര്യയെ സംശയിച്ച് അസ്വസ്ഥത വേണ്ട, ഭർത്താവിനെ സംശയിച്ച് അസ്വസ്ഥത വേണ്ട, രോഗത്തെ സംശയിച്ച് അസ്വസ്ഥത വേണ്ട. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളൊക്കെ സംശയിച്ചും മനസ്സിൽ സ്വീകരിച്ചും നാം അസ്വസ്ഥരാകരുത്. അവയെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ, പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണമെന്നാണ് ഈശോ പറയുന്നത്. പിതാവിന്റെ കരങ്ങളിൽ അവിടുന്ന് നൽകിയത്, അവിടുന്ന് തരുന്ന മഹത്വം. ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകും, പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. കഷ്ടപ്പാടുകൾ ഉണ്ടാകും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഭാര്യമാർ ആഗ്രഹിക്കുന്ന അതാണ് എന്നാ ഞാൻ വിചാരിക്കുന്നത്. പണവും ഭാണ്ഡവും ഒന്നുമല്ല വേണ്ടത്, ഭർത്താവ് കൂടെ ഉണ്ടാവണം. ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്ന അതാണ്, ഭാര്യ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ഒരു കൊച്ചു സാറിന് സുന്ദരികളെ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന്
അവസാനം ഒരു മുതിർന്ന സാറ് പറഞ്ഞു, ഇവിടെ ഒരു 6 മാസക്കാലത്തേക്ക് ദൈവത്തോട് താൻ നോക്കുള്ളൂ, അത് കഴിയുമ്പോൾ പിന്നെ ഈ സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യം താനിക്ക് അതിനേക്കാളും പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനേക്കാളും പ്രധാനപ്പെട്ടത് ക്യാരക്ടറാണ്. അത് താൻ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടെ നിൽക്കണം. നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്നത്, നമ്മളെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തോറ്റുപോയി. അപ്പൊ കൂടെ നിൽക്കുക. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ വേദന വരുമ്പോൾ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് തോന്നല് ഒരു കുഞ്ഞിനും ഉണ്ടാകരുത്, ഒരു ഭർത്താവിനും ഉണ്ടാകരുത്, ഒരു ഭാര്യയ്ക്കും ഉണ്ടാകരുത്. നമ്മുടെ സമൂഹത്തിൽ നിയമം അനുസരിച്ചുള്ള വിവാഹമോചനങ്ങൾ മലയാളി സമൂഹത്തിൽ ഒരുപക്ഷെ കുറവായിരിക്കും. പക്ഷെ വൈകാരികമായിട്ട് ഇമോഷണൽ ഡിവോഴ്സസ്, വൈകാരികമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ വേർപിരിഞ്ഞവർ ഒത്തിരി അധികമാണ്. വൈകാരികമായി പരസ്പരം സ്നേഹത്തിന്റെ പൂർണ്ണ സമർപ്പണമില്ലാത്തത്, അതിൽ നിന്ന് മാറി ഹൃദയത്തിന്റെ ഒരു ആത്മീയതയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ജീവിതത്തെ നന്മയുടെ വഴിയിൽ നടത്തുന്നതിന് വിശുദ്ധനായ ഗീവർഗീസ് തിന്മയുടെ എല്ലാ ശക്തികളെയും തോൽപ്പിക്കുന്നതിന് ദൈവസന്നിധിയിൽ നമ്മുടെ മധ്യസ്ഥനായിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ മധ്യസ്ഥം വഴി പ്രത്യേകം പ്രാർത്ഥിക്കാം.